ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാരെക്കുറിച്ച് പഠിച്ചു വരികയാണ്. ഇന്ന് നമുക്ക് സ്വാതി തിരുനാൾ രാമവർമ്മയെക്കുറിച്ച് പഠിക്കാം. ആദ്യം നമുക്ക് കാലഘട്ടം നോക്കാം. 1829 മുതൽ 1846 വരെ. 1829 മുതൽ 1846 വരെ. സ്വാതി തിരുനാൾ ആരുടെ മകനാണ്? റാണി ഗൗരി ലക്ഷ്മി ബായിയുടെ മകനാണ് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ അറിയപ്പെട്ടിരുന്ന പേരുകൾ നോക്കാം. ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ എന്നീ പേരുകളിലാണ് സ്വാതി തിരുനാൾ പ്രധാനമായി അറിയപ്പെട്ടിരുന്നത്. അതേപോലെ സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന രാജാവാണ് നമ്മുടെ സ്വാതി തിരുനാൾ മഹാരാജാവ്. ചെറുപ്രായത്തിൽ തന്നെ എല്ലാ വിഷയങ്ങളിലും പ്രാഗൽഭ്യം കാണിച്ചിട്ടുള്ള ഒരു രാജാവായിരുന്നു സ്വാതി തിരുനാൾ രാമവർമ്മ. വളരെ ചെറുപ്പത്തിലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, കന്നഡ, തമിഴ് അങ്ങനെ പല ഭാഷകളിലും പ്രാവീണ്യം നേടിയിരുന്നു സ്വാതി തിരുനാൾ. ഗണിതം, സംഗീതം, ചിത്രകല, തത്വചിന്ത, ചരിത്രം എന്നിവയിലും മഹാരാജാവ് പാണ്ഡിത്യം നേടി. ഗണിതം, സംഗീതം, ചിത്രകല, തത്വചിന്ത, ചരിത്രം എന്നിവ. കർണാട്ടിക് മ്യൂസിക്, വീണ വായന എന്നീ കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടായിരുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു സ്വാതി തിരുനാൾ. ഹജൂർ കച്ചേരി നമ്മൾ പഠിച്ചില്ലേ? നമ്മൾ വേലുത്തമ്പി ദളവ കൊല്ലത്ത് സ്ഥാപിച്ചത്. ആ കൊല്ലത്ത് സ്ഥാപിച്ച ഹജൂർ കച്ചേരി കൊല്ലത്തുനിന്ന് എടുത്ത് തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ മഹാരാജാവാണ്. കൊല്ലത്തു നിന്ന് ഹജൂർ കച്ചേരിനെ തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാളാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാളാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനായി 1834 തിരുവിതാംകൂറിൽ ഒരു ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചു സ്വാതി തിരുനാൾ. ഈ ഇംഗ്ലീഷ് സ്കൂൾ 1836 രാജാസ് ഫ്രീ ഇംഗ്ലീഷ് സ്കൂളായി മാറി. രാജാസ് ഫ്രീ ഇംഗ്ലീഷ് സ്കൂൾ. ഈ രാജാസ് ഫ്രീ ഇംഗ്ലീഷ് സ്കൂൾ 1866 യൂണിവേഴ്സിറ്റി കോളേജായി മാറുകയും ചെയ്തു. ശുചീന്ദ്രൻ കൈമുക്ക് പോലുള്ള പ്രാകൃത ശിക്ഷാരീതികളൊക്കെ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ മഹാരാജാവ്. ശുചീന്ദ്രൻ കൈമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിനെ തിളച്ചുകൊണ്ടിരിക്കുന്ന നെയ്യിൽ കൈമുക്കാണ്. കൈ പൊള്ളുകയാണെങ്കിൽ ആൾ കുറ്റവാളി, അല്ലാതെയാണെങ്കിൽ നിരപരാധിയായി പ്രഖ്യാപിക്കപ്പെടും. ഇങ്ങനെയുള്ള പ്രാകൃതമായ ശിക്ഷാരീതികളൊക്കെ നിർത്തലാക്കിയത് സ്വാതി തിരുനാൾ മഹാരാജാവാണ്. ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ഭരണാധികാരി കൂടിയാണ് സ്വാതി തിരുനാൾ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു നൃത്തരൂപമാണ് മോഹിനിയാട്ടം. ഈ മോഹിനിയാട്ടം മോഹിനിയാട്ടത്തിൻ്റെ വളർച്ച കൂടുതലായിട്ട് നടന്നത് സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ്. ഈ മോഹിനിയാട്ടത്തിൽ വർണ്ണം, പദം, തില്ലാന എന്നിവ കൊണ്ടുവന്നത് സ്വാതി തിരുനാൾ മഹാരാജാവാണ്. തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയത് സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂർ സേനയ്ക്ക് പേര് നൽകിയത് നായർ ബ്രിഗേഡ്. സ്വാതി തിരുനാളിൻ്റെ സഭയിലെ ആസ്ഥാന വിദ്വാൻമാർ അറിയപ്പെട്ടിരുന്നത് തഞ്ചാവൂർ നാൽവർ എന്നാണ്. സ്വാതി തിരുനാളിൻ്റെ സഭയിലെ ആസ്ഥാന വിദ്വാൻമാർ അറിയപ്പെട്ടിരുന്നത് തഞ്ചാവൂർ നാൽവർ എന്നാണ്. ആരൊക്കെയാണ് ഈ നാൽവർ സംഘം? വടിവേലു, പൊന്നയ്യ, ചിന്നയ്യ, ശിവാനന്ദൻ. വടിവേലു, പൊന്നയ്യ, ചിന്നയ്യ, ശിവാനന്ദൻ എന്നിവരെയാണ് തഞ്ചാവൂർ നാൽവർ സംഘത്തിലുള്ള ആൾക്കാർ. തഞ്ചാവൂർ നാൽവർ സംഘത്തിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെയാണ് ഇവർ. സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവിയായിരുന്നു ഇരയിമ്മൻ തമ്പി. ഓമനത്തിങ്കൾ കിടാവ് എന്ന താരാട്ടുപാട്ട് എഴുതിയത് ഇരയിമ്മൻ തമ്പിയാണ്. ഓമനത്തിങ്കൾ കിടാവ് എഴുതിയത് ഇരയിമ്മൻ തമ്പിയാണ്.
ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടമാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടമാണ്. സ്വാതി തിരുനാളാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ രാജാവ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ രാജാവാണ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ ആദ്യത്തെ സെൻസസ് നടപ്പിലാക്കിയത് സ്വാതി തിരുനാളാണ് 1836. തൈക്കാട് അയ്യയെ തിരുവിതാംകൂർ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ച ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ മഹാരാജാവ്. തൈക്കാട് അയ്യയെ തിരുവിതാംകൂർ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ച രാജാവാണ് സ്വാതി തിരുനാൾ മഹാരാജാവ്. സ്വാതി തിരുനാൾ തിരുവിതാംകൂറിൽ സ്ഥാപിച്ച സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. തൈക്കാട് ആശുപത്രി, കുതിരമാളിക, മൃഗശാല, വാനനിരീക്ഷണ കേന്ദ്രം, ട്രാവൻകൂർ പബ്ലിക് ലൈബ്രറി, നക്ഷത്ര ബംഗ്ലാവ്, മുൻസിഫ് കോടതി. തൈക്കാട് ആശുപത്രി, കുതിരമാളിക, മൃഗശാല, വാനനിരീക്ഷണ കേന്ദ്രം, ട്രാവൻകൂർ പബ്ലിക് ലൈബ്രറി, നക്ഷത്ര ബംഗ്ലാവ്, മുൻസിഫ് കോടതി. സ്വാതി തിരുനാൾ തിരുവിതാംകൂറിൽ ആരംഭിച്ച വകുപ്പുകൾ: ജലസേചന വകുപ്പ്, എഞ്ചിനീയറിംഗ് വകുപ്പ്, കൃഷി വകുപ്പ്. ഏതൊക്കെയാ? ജലസേചന വകുപ്പ്, എഞ്ചിനീയറിംഗ് വകുപ്പ്, കൃഷി വകുപ്പ്. ഇതൊക്കെയാണ് സ്വാതി തിരുനാളിനെ കുറിച്ചുള്ള പ്രധാന പോയിന്റുകൾ. ഈ പോയിന്റുകളെല്ലാം ഓർത്തു വയ്ക്കുക. എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.